ഡൽഹിയിലെ പരാജയവുമായി ബന്ധപ്പെട്ട് മുഴുവൻ ആരോപണങ്ങളും പച്ചക്കളവുകളും കല്ലുവച്ച നുണകളും വളിവിടാൻ പോലും കഴിവില്ലാത്ത കുറെ ഘടകകക്ഷി നേതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. നാണോ മാനോ ഉളുപ്പുണ്ടോ ഈ വർഗത്തോടാ ചോദിക്കുന്നത് ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്? മുന്നണിയുടെ കെട്ടുറപ്പില്ലാഞ്ഞിട്ടാണ്. കെട്ടുറപ്പുണ്ടെങ്കിൽ ഇങ്ങനെ പരാജയപ്പെടില്ലായിരുന്നു എന്നൊക്കെ വീമ്പിളക്കുന്ന നാണം കെട്ട വർഗമേ. നിങ്ങൾക്ക് സംഘപരിവാറിന്റെ അജണ്ട നാളെ ഇന്ന് വരെ മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് തന്റെ ഇടവും ഇതും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ EVM മിഷൻ നിരോധിക്കാനുള്ള ഒരു പോംവഴി കണ്ടെത്താതെയോ. അല്ലാതെ തോൽക്കുമ്പോഴൊക്കെ കോൺഗ്രസിന്റെ മേലേക്ക് മറ്റൊന്നിന്റെയൊക്കെ ഉണ്ടാക്കിയ ഈ നാണം കെട്ട ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അതൊക്കെ മാറ്റി അങ്ങോട്ട് വെക്ക്. ഈ രാജ്യത്ത് സംഘപരിവാറിനെ എതിർക്കാൻ കോൺഗ്രസിന് മാത്രം ഉത്തരവാദിത്വമൊന്നുമല്ല, പിന്നെ എല്ലാ ഘടകകക്ഷികളും വിട്ടുവീഴ്ച മനോഭാവം ചെയ്യണം. നിങ്ങളിപ്പം പറയുന്നത് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയെ അങ്ങോട്ട് മാറ്റി നിർത്തിയത് കൊണ്ടാണ് ഈ പരാജയം ഉണ്ടായെന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ മുച്ചൂട് മുടിപ്പിക്കാൻ വേണ്ടി ഈ RSSന്റെ സംഘപരിവാറിന്റെ കൈവെള്ളയിലേക്ക് ഈ അധികാരത്തെ വെച്ച് കൊടുത്ത ആണും പെണ്ണും കെട്ട രാജ്യത്തെ ഒറ്റ കൊടുത്ത ഒരു നാണം കിട്ടവരല്ലേ ഈ പറയുന്ന ആം ആദ്മി പാർട്ടി അല്ലേ? അന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിനെതിരെ ശബ്ദിക്കാൻ കഴിഞ്ഞിട്ടില്ല? മൻമോഹൻ സിംഗിന്റെ 2ാം UPA ഗവൺമെന്റ് ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഈ രാജ്യം മുഴുവനും കല്ല് വെച്ച നുണയും പച്ച കളവും പറഞ്ഞു നടന്നൊരു ചെറ്റയല്ലേ ഈ ആം ആദ്മി പാർട്ടിയുടെ ഈ ഉണ്ടാക്കിയ ഈ എന്ന കെജ്രിവാൾ കുജ്രിവാൾ എന്ന് പറഞ്ഞ ഈ നാണം കെട്ടവൻ അല്ലേ? എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ഈ രാജ്യം മുഴുവൻ ഞങ്ങൾ അഴിമതി നടത്തിയെന്നല്ലേ പറഞ്ഞത്? അവസാനം രാജ്യത്തിന്റെ പരമോന്നത കോടതിക്ക് പോലും പറയേണ്ടി വന്നില്ലേ അങ്ങനെ ഒരു അഴിമതി രാജ്യത്ത് നടന്നിട്ടില്ല എന്ന്? സ്പെക്ട്രം അഴിമതിയൊക്കെ കെട്ടുകഥയില്ലായിരുന്നോ? ഈ നാണം കെട്ടവൻ പിന്നെ ഏതൊരു ഇവന്റെ കാലിനടക്കം ഇവന്റെ അമ്മന്റെ കാലിനടക്കം ഒരു ബില്ലുണ്ടാക്കാന്ന് പറഞ്ഞ് കോൺഗ്രസ് ഗവൺമെന്റ് പ്രതിരോധത്തിലാക്കിയിട്ടില്ലേ? എന്നാൽ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഈ പരമചെറ്റ ഈ പരമ ഊള ആ ബില്ലിന് വേണ്ടിയിട്ട് ഒരു ഘട്ടത്തിലെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? എന്നിട്ട് അങ്ങനത്തെ രാജ്യത്ത് ഒറ്റ കൊടുത്തവരുമായിട്ട് ഞങ്ങൾ സഖ്യമുണ്ടാക്കാത്തതിന്റെ പേരിലാണ് അങ്ങ് പരാജയപ്പെട്ടത് എന്ന് ഈ കോൺഗ്രസിനെ കുറ്റപ്പെടുന്ന ഈ വേട്ടാവളിയന്മാരോട് പറയാ. നീയൊക്കെ പോയിട്ട് നിന്റെ പണിയെടുക്കണോ? കോൺഗ്രസിന്റെ ഐഡിയോളജിയിലെ കൂടെ മുന്നോട്ട് പോകൂ. നിന്റെ ഒന്നും തിട്ടുകുഴത്തിനനുസരിച്ചിട്ടല്ല ഇവിടെ രാജ്യത്ത് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. പറ്റുവാണെങ്കിൽ മുന്നണിയിൽ നിന്നോളുക, ഇല്ലെങ്കിൽ നീയും നിന്റെ വഴിക്ക് അങ്ങ് പോവുക. കോൺഗ്രസിന് നേരെ കൊലക്കുന്ന വേട്ടപ്പെട്ടികളോടാ പറയുന്നത്. നിങ്ങൾ അറിയണ്ടേ, മഹാരാഷ്ട്രയിൽ ഇലക്ഷൻ നടന്നല്ലോ ഇല്ലേ? അന്ന് എല്ലാ മുന്നണി സംവിധാനത്തിലല്ലേ ഞങ്ങൾ മത്സരിച്ചത്? എന്നിട്ട് അവിടെ എന്താ ഉണ്ടാക്കിയത്? 50 സീറ്റല്ലേ ഞങ്ങൾക്ക് കിട്ടിയ? അവിടെ നടത്തിയ BJPന്റെ ഈ കൊള്ളരുതായ്മ ജനാധിപത്യത്തെ വ്യഭിചാരത്തിനെതിരെയും നിങ്ങൾ ഏതെങ്കിലും വേട്ടാവളിയന്മാർ ഒരക്ഷരം വേണ്ടിയിട്ടുണ്ടോ? ചർച്ചകളെ നിങ്ങൾ ഉണ്ടോ? എന്നിട്ട് ഇപ്പം വന്നിട്ട് ഞങ്ങളെ കുറ്റപ്പെടുത്താനും കോൺഗ്രസിന്റെ ഐഡിയോളജിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി കുറെ വേട്ടാവളിയന്മാർ വന്നിട്ട് മുന്നണിയിൽ ഒരു കെട്ടുറപ്പില്ല മറ്റയില്ല എന്നൊക്കെ പറയുമ്പോ അതൊക്കെ നാലാക്കി മടക്കി ഇന്ത്യയൊക്കെ പോക്കറ്റ് അങ്ങിട്ടോ കേട്ടാ. ഞങ്ങൾക്ക് അവിടെ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷങ്ങളായി ഞങ്ങൾ പ്രതിപക്ഷത്ത് തന്നെയാ. അത് തന്നെ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴുള്ളത്. ഞങ്ങൾക്ക് 1% വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയൊന്നും ഇവിടെ ആരും വരണ്ട കേട്ടാ. നിന്റെയൊക്കെ അധികാരത്തിന് വേണ്ടിയിട്ട് നീയൊക്കെ ഓരോരു പാർട്ടി ഉണ്ടാക്കി, 900,000 പാർട്ടി ഉണ്ടാക്കി രാജ്യത്തെ കോൺഗ്രസിനെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന നിന്റെയൊക്കെ വാക്കുകൾ കേൾക്കാനാ. പോയി പണി നോക്കണോ കേട്ടാ. എന്നിട്ട് ഇപ്പൊ ഊളത്തരം പറഞ്ഞിട്ട് ഓരോരുത്തം വളിവിടാൻ പോലും യോഗ്യതയില്ലാതെ ഓരോരുത്തം വന്നിട്ട് പറയുക കോൺഗ്രസ് അങ്ങനെയാക്കി, കോൺഗ്രസ് ഇങ്ങനെയാക്കി. എന്ത് കോൺഗ്രസ് ആക്കി എന്നാ പറയുന്നത്? എന്താ കോൺഗ്രസിന് മാത്രമേ ബാധ്യതയുള്ളൂ ഇവിടെ? എല്ലാവരും ചിന്തിക്കണോ? എല്ലാവരും വിട്ടുവീഴ്ച മനോഭാവം ചെയ്യണോ? അല്ലാതെ കോൺഗ്രസിന് മാത്രം അങ്ങ് വിട്ടുവീഴ്ച മനോഭാവം ചെയ്യണം എന്ന് പറയുന്നത് ഏതർത്ഥത്തിന്റെ പേരില അല്ലേ? നിങ്ങൾ ഈ രാജ്യം മുഴുവൻ ഈ കോലത്തിലാക്കിയ ഈ നാണം കെട്ടവനിക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ? എതിരെ സംസാരിച്ചിട്ടുണ്ടോ? ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇവൻ എന്തോ മഹത്വവൽക്കരിക്കപ്പെട്ട പുരുഷനാ ഈ നാണം കെട്ടവൻ. RSSന്റെ അച്ചാരം വാങ്ങി RSSന്റെ അടുക്കളയിൽ പോയി RSSന്റെ നേതാക്കന്മാരെ മറ്റ് സാമാനം മണപ്പിച്ച് നടക്കുന്ന ഇവനെ ഞങ്ങൾ അങ്ങ് താലോലിക്കണം പോലും. പോയി പണി നോക്കണോ? 50 വർഷം പരാജയപ്പെട്ടാലും ആ പരാജയത്തിനൊരു അഭിമാനമുണ്ട്. ആ അഭിമാനം പടയപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള വിജയമൊന്നും ഞങ്ങൾക്ക് വേണ്ട കേട്ടാ. ഞങ്ങൾ ഈ രാജ്യം ഉണ്ടാക്കിയതാ, ഈ രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും കൊണ്ടുവന്നവരാ. അതിലൊന്നും ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. പിന്നെ ഇപ്പം BJP വിജയിച്ച് കയറുന്നത് എങ്ങനെയാണ് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി നിന്റെ തലക്കകത്തില്ലെങ്കിലുണ്ടല്ലോ, മിണ്ടാണ്ട് അവനവന്റെ വീട്ടിൽ പോയി അങ്ങ് ഇരുന്നേക്കണോ കേട്ടാ. അത് കോൺഗ്രസിന്റെ പേരിലേക്ക് കുതിര കയറണ്ട. പിന്നെ രാജ്യത്ത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന വ്യഭിചരിക്കുന്ന ഇത്തരം നെറികെട്ട രാഷ്ട്രീയം സംഘപരിവാർ ചെയ്യുമ്പോ അതിനെതിരെ പറയാനോ ആ മിഷനെതിരെ ഒരു നിലപാട് സ്വീകരിക്കാനോ കഴിയാത്ത നീയൊക്കെ വന്നിട്ട് ഓരോ ഇലക്ഷനിൽ പരാജയപ്പെടുമ്പോൾ കോൺഗ്രസിന്റെ പേരിൽ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന അല്ലെ? നിന്റെയൊക്കെ വിടുവായിട്ടം കേട്ടിട്ട് അങ്ങ് വിശ്വസിക്കാൻ മാത്രം മൂളം മാറുന്നല്ല ഈ രാജ്യത്തുള്ള പൊതുസമൂഹം. അത് മനസ്സിലാക്കിക്കോ കേട്ടാ. എന്ത് എവിടെ എങ്ങനെ പരാജയപ്പെട്ട ഉടനെ കോൺഗ്രസ് അങ്ങ് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല.
കോൺഗ്രസിന്റെ ഇങ്ങനെയാക്കിയിട്ടില്ല. എന്താ നല്ലതല്ലേ? ചാഞ്ഞമരം പാഞ്ഞങ്ങ് കയറലായിരിക്കും അല്ലേ? എന്നാൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കഴിവിന്റെ പരമാവധി ശ്രമിച്ച ചെറ്റകൾക്കെതിരെ ഒരക്ഷരം പറയാൻ ആർക്കും കഴിയുന്നില്ല. മുന്നണി സംവിധാനത്തിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും മുന്നണി ബാധ്യത ഉണ്ട് എന്നുള്ള കാര്യവും പറയുന്നില്ല. ആര് എന്ത് തെറ്റ് ചെയ്താലും മുന്നണി മുന്നണി കുന്നണി ഇതാക്ക്. ഞങ്ങൾ കർണാടകത്തിലെ ഞങ്ങൾ മത്സരിച്ചല്ലോ, അന്നും ഇതേ മുന്നണി സംവിധാനത്തിലുണ്ടായ ഈ ജനതാദളിനെ കൂട്ടായിട്ട് കുറെ വെട്ടാവളിയന്മാർ ഇലക്ഷന് മുമ്പേ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേനു. അവസാന റിസൾട്ട് വന്നപ്പോൾ 3-2 ഭൂരിപക്ഷം കൊണ്ട് ഞങ്ങൾ അവിടെ വിജയിച്ചില്ലേ? അന്നേരം ഘട്ടത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഈ വെട്ടാവളിയന്മാർ പറഞ്ഞോ അവിടെ ശരിയായ തീരുമാനമാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്ന്? പറഞ്ഞേ ഇല്ലല്ലോ. എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്നിട്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡിയോളജി. പക്ഷെ ഇവിടെ പരാജയപ്പെടുന്നത് സംഘപരിവാറിന്റെ ജനാധിപത്യത്തെ വ്യഭിചരിച്ചുകൊണ്ടാ. പക്ഷെ അതിനെതിരെ ആർക്കും പറയണ്ട. അപ്പോഴത്തേക്ക് അവിടെ തോക്കുമ്പോഴേക്ക് ഒരു കഥയങ്ങ് ഉണ്ടാക്കുക. കോൺഗ്രസിന്റെ വലിയ മനോഭാവം, കോൺഗ്രസിന്റെ അഹങ്കാരം, ആ മതേതര വോട്ടിനെ വിഘടിപ്പിച്ചു. എന്താ താത്വിക അവലോകനം ചെയ്തിട്ട് അങ്ങ് കണ്ടെത്തുക നിങ്ങൾക്ക് അല്ല? എന്നാ കോൺഗ്രസ് ഇതേ നിലപാട് സ്വീകരിച്ച് വിജയിച്ചു വരുന്ന സ്റ്റേറ്റിനകത്ത് അന്നേരമൊന്നും പറയണ്ട. അന്നേരം കോൺഗ്രസിന്റെ നന്മകളോ കാര്യങ്ങളോ ആർക്കും പറയാനോ ഒന്നുമില്ല. കോൺഗ്രസിന്റെ ലക്ഷ്യം, BJPന്റെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരത. അതിനുവേണ്ടി അവർ ഏത് അറ്റം വരെയുമ്പോ ഇപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടോ കൂട്ടരെ? കെജ്രിവാൾ തോറ്റത് പിന്നെ യഥാർത്ഥത്തിലുള്ള മത്സരത്തിനെ കൂടി അല്ല. അത് BJPയും ഈ കെജ്രിവാളും ഈ ഡിസൂസിയൊക്കെ ആയിട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് നടത്തിയിട്ടുണ്ട് അവിടെ. മനസ്സിലായോ? താൽക്കാലികമായിട്ട് നിങ്ങൾ പരാജയപ്പെടും. ആ പരാജയപ്പെടാനുണ്ടായ കാരണം ഈ ഇലക്ഷൻ അട്ടിമറി ജനങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്ക് അതിനേക്കാളും അപ്പുറത്തെ പദവിയും കാര്യങ്ങളും ഞങ്ങൾ തരും എന്ന് കൃത്യമായിട്ടുള്ള ഒരു ഡീൽ അവിടെ ഉറപ്പിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരുടെ 2-3 പ്രധാനപ്പെട്ട നേതാക്കന്മാർ തോറ്റത്. ഇപ്പൊ ഞങ്ങളൊക്കെ എന്താ സംസാരം വിഷയം വന്നത്? എന്താ വന്നത്? കെജ്രിവാൾ തോറ്റില്ലേ, കെജ്രിവാൾ. പക്ഷെ അത് തന്നെയാണ് ഈ സംഘപരിവാറിന്റെ ഉദ്ദേശം. ആ വഴിക്കേക്ക് ചർച്ച വിടണം. ഇവിടെ ജനാധിപത്യത്തെ വ്യഭിചരിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല, ഇലക്ഷൻ അട്ടിമറിച്ചത് ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. അപ്പൊ ആ കണിയിൽ ഞങ്ങൾ അറിയാതെ വീഴ്ന്നു പോകുന്നുള്ള ഒരു റിയാലിറ്റി ഉണ്ട്. ഇതാ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയ മഹാരാഷ്ട്രയില് ഒരു അഗാഡി സഖ്യം ഉണ്ടായിട്ട് ആ സഖ്യത്തിന് കിട്ടിയത് ആകെ 50 സീറ്റാ. ഇപ്പം അവിടെ കള്ളവോട്ട് ചേർത്തിയതും കാര്യങ്ങളൊക്കെ വൈക്കുവയായി പുറത്തു വരുമ്പോ അതിനെതിരെ ഏതെങ്കിലും ഈ കോൺഗ്രസിന് ഉപദേശിക്കാൻ വരുന്ന, കോൺഗ്രസിനെ നന്നാക്കാൻ വരുന്ന, ഈ വഴിവിടാൻ പോലും കഴിവില്ലാത്ത ഈ അണ്ടിക്കളവന്മാർക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ നോക്ക്, നിങ്ങൾ ഇല്ല. പക്ഷെ ഇപ്പോഴും കോൺഗ്രസിനെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ, കോൺഗ്രസിനെ മുന്നണി മര്യാദ പഠിപ്പിക്കാൻ കുറെ വേട്ടാവളിയും പറഞ്ഞു വരിക. നാണവും മാനവും ഇല്ലാത്ത വർഗങ്ങൾ. ഞാനിത് ഇലക്ഷന് മുമ്പ് തന്നെ പല ഗ്രൂപ്പിനകത്തും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ഇലക്ഷൻ ക്യാമ്പയിനകത്ത് അത്രമാത്രം ജനപങ്കാളിത്തം ഉണ്ട്. ആ പങ്കാളിത്തത്തിന്റെ വീഡിയോസ് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ ഗ്രൂപ്പിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഓക്കെയാ, സംഭവം ശരിയാ. പക്ഷെ ഇലക്ഷന്റെ റിസൾട്ട് വരും ഞങ്ങൾക്ക് ഒരു സീറ്റ് പോലും കിട്ടത്തില്ല എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? ഞങ്ങൾക്ക് മുൻ അനുഭവങ്ങൾ ഉണ്ടല്ലോ. ഹരിയാന തെളിവല്ലേ, മഹാരാഷ്ട്ര തെളിവല്ലേ, ഛത്തീസ്ഗഡ് തെളിവല്ലേ? ഇതൊക്കെ ഉണ്ട് നമ്മുടെ മുമ്പിൽ. പക്ഷെ അത്തരം ഘട്ടങ്ങളിൽ ആ ജനാധിപത്യത്തെ അട്ടിമറിച്ച് എന്താ പറയാ ഈ ഫാസിസം നടപ്പാക്കുന്ന ഭരണകൂടം വന്നപ്പോൾ അതിനെതിരെയൊന്നും ആരും പറഞ്ഞിട്ടില്ല, ആരും സംസാരിച്ചിട്ട് പോലുമില്ല. ഈ പറയുന്ന ഇപ്പൊ കോൺഗ്രസിന് സ്റ്റഡി ക്ലാസ് എടുക്കാൻ പറ്റുന്ന വെട്ടാവളിയന്മാർ നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇപ്പം ഏതെങ്കിലും ഒരു പരാജയപ്പെടുമ്പോ കൂട്ടൻ അവിടെ സഖ്യമില്ലാതിട്ടു. അവിടെ കോൺഗ്രസിന്റെ മറ്റേത് അത് വലിയ താത്വിക അവലോകനമൊക്കെ ചെയ്തിട്ട് ഇവരങ്ങ് കണ്ടെത്തി അങ്ങ് പ്രവചിക്കുക. മാനോ ഇല്ലാത്ത വർഗങ്ങൾ. പിന്നെ ഞങ്ങളെ നേതാക്കന്മാരും ഞങ്ങളെ പ്രവർത്തകന്മാരും ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, എത്രമാത്രം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ജനാധിപത്യത്തെ വ്യഭിചരിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെ ഒരു സമരം ഫോം ചെയ്യാൻ, അല്ലെങ്കിൽ ജനങ്ങളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിനോട് ഒപ്പം നിൽക്കാൻ ഒരു നാണം കെട്ടവനുമില്ല. എന്നിട്ട് എവിടെയെങ്കിലും പരാജയപ്പെടുമ്പോൾ കോൺഗ്രസിന്റെ താത്വിക അവലോകനം ചെയ്തിട്ട് ഇത് കോൺഗ്രസിന്റെ വീഴ്ചയാണ്, അത് ആം ആദ്മി പാർട്ടിയെ മാറ്റി നിർത്തത് കൊണ്ടല്ല എന്തൊക്കെ പ്രവചിക്കുമ്പോ ഇതേ നാണം കെട്ട ചെറ്റകളോട് എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനകത്ത് നിങ്ങൾ അറിയണം, ഇവൻ പഞ്ചാബിൽ UPA സഖ്യവുമായിട്ടാണോ മത്സരിച്ച് നാണം കെട്ടവൻ? എന്താ പറഞ്ഞത്? അവിടെ ഞങ്ങൾക്ക് സഖ്യം വേണ്ട, കാരണം ഇവൻ വിചാരിച്ച് അവിടെ ഞങ്ങൾക്ക് വലിയ ശക്തിയുണ്ട്, അപ്പൊ അവിടെ നിന്ന് കുറെ സീറ്റ് ഒറ്റക്ക് അങ്ങ് മത്സരിച്ചങ്ങ് വിജയിക്കാം എന്നുള്ള ധാരണ വന്ന് ഡൽഹിയിൽ ഇവൻ സഖ്യം ഉണ്ടാക്കി. എന്തുകൊണ്ടാ? ഡൽഹിയിൽ BJPയും ഉണ്ട്, അതുകൊണ്ട് ഇവിടെ സഖ്യം ഉണ്ടാക്കി 1-2 സീറ്റ് ഇട്ടാ അവിടും ഞങ്ങൾക്ക് വിലപേശ എന്നുള്ള ധാരണ ഉണ്ടാ. പക്ഷെ അവസാനം ഡൽഹിയിൽ സഖ്യം ഉണ്ടാക്കിയ ഞങ്ങൾക്ക് പൂജ്യവും, ഞങ്ങൾ കോൺഗ്രസ് ഇവന്റെ വാക്ക് കേട്ട് ഒറ്റക്ക് മത്സരിച്ച പഞ്ചാബിൽ 6 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ലടാ ചെറ്റകളെ
എന്താ നിങ്ങൾക്ക് അത് പറയാൻ കഴിയാത്തത്? എന്താ നിങ്ങൾ അത് വിശദീകരിച്ചിട്ട് കോൺഗ്രസ് സ്വീകരിച്ച നിലപാടായിരുന്നു അന്ന് മറ്റേ പഞ്ചാബിൽ ശരിയെന്നെന്താ പറയാൻ കഴിയാത്തത്? അപ്പൊ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്, അത് മനസ്സിലാക്കിക്കോ കേട്ടോ. ഈ ചെറ്റനെ സപ്പോർട്ട് ചെയ്യായിട്ട് കുറെ കോൺഗ്രസിന് തോൽവിയ ചെറ്റക്ക് പോയി പണി നോക്കണോ? സൗകര്യമില്ലടോ. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഹൃദയത്തോടെ ഞാൻ ചേർത്തി വെക്കുക. തോക്കുന്നുണ്ടെങ്കിൽ അഭിമാനത്തോട് തന്നെ ഞങ്ങൾ തോറ്റിട്ടുള്ളത്. ഇതുപോലത്തെ ചെറ്റകളെ കൂട്ടക്കൂടാതെ. മനസ്സിലായോ? ഈ നാടിനെ മുഴുവൻ ഒറ്റ കൊടുത്ത് സംഘപരിവാറിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്ത ഒരു നാണം കെട്ടവനിക്കത് ആർക്കും പറയാൻ കഴിയുന്നില്ല. വലിയ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിയ പരമചറ്റ, രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസിൽ ഉൾപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരു നാറിയെ ന്യായീകരിക്കാൻ വേണ്ടി കോൺഗ്രസിനെ കുറ്റം പറയാൻ അല്ലേ? ഈ പരമചറ്റ ഞങ്ങളുടെ അവസാന കാലഘട്ടത്തിൽ ഈ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റിനെതിരെ ഉന്നയിച്ച ഏതെങ്കിലും ഒരു ആരോപണത്തിനകത്ത് എന്തെങ്കിലും ഒരു സത്യം തെളിയിക്കാൻ ഈ പരമ നാറിക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. അപ്പൊ ഇവനെയാണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? എന്നാൽ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ രാജ്യത്തിന്റെ ഇത് മുൻനിർത്തിക്കൊണ്ട് ഒരു വിട്ടുവീഴ്ച മനോഭാവം ചെയ്ത് ചില സ്റ്റേറ്റുകളിൽ ഞങ്ങൾ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് റിയാലിറ്റിയാണ്. പക്ഷെ അത് എക്കാലവും അങ്ങ് സ്ഥായിയായി അങ്ങ് നിലനിർത്തുമെന്നും ഞങ്ങളാർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ഘടക കക്ഷികളും 4, 3, 7 പാർട്ടിക്കാരും ആ വഴിക്ക് നിങ്ങൾ അങ്ങ് നടന്നേക്കുക. കോൺഗ്രസിന്റെ സ്റ്റഡി ക്ലാസ് എടുക്കാനും കോൺഗ്രസിന്റെ മുന്നണി ബന്ധം പഠിപ്പിക്കാനും ഒരൊറ്റ വട്ട വഴി മാറും. ഇങ്ങോട്ടേക്ക് വരണ്ട. ഞങ്ങൾക്കറിയാം ഈ രാജ്യം ഉണ്ടാക്കിയത് ഞങ്ങളാ. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം ഉണ്ടാക്കി തന്ന ഞങ്ങളാ. ഞങ്ങൾക്കറിയാം ഇത് എങ്ങനെ ഇതിനെയൊക്കെ തുരത്തണമെന്ന കാര്യം ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾ ഐഡിയോളജി വെച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. പക്ഷെ പറഞ്ഞല്ലോ, ഇപ്പം ജനാധിപത്യത്തിന് ഒരു വ്യഭിചരിക്കുന്ന, ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഒരു ഫാസിസം നടപ്പാക്കുന്ന ഗവൺമെന്റ് ഉണ്ട്. അതിനെതിരെ തുടർ നടപടികൾ എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ വരും ദിവസങ്ങളിലും വരും വർഷങ്ങളിലും ഞങ്ങളത് കൂടി ആലോചിച്ച് അതേ അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് പോകും. അതിനൊന്നും നിങ്ങളെ സീറ്റിന്റെ ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല കേട്ടാ. അതുകൊണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും സ്റ്റേറ്റിനകത്ത് പരാജയപ്പെടുമ്പോൾ കോൺഗ്രസിന്റെ മണപ്പിക്കുന്നതിന് പകരം ഇവിടെ ചില നാണൂനുകൾ ചെയ്ത് കാട്ടിക്കൂട്ടുന്ന തെമ്മാരിത്തത്തിനെങ്കിലും പറയാൻ വേണ്ടി ശ്രമിക്കണം. നാണം കെട്ട വളിവിടാൻ കഴിവില്ലാത്ത കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന നാണം കെട്ട വർഗമേ എന്ന് മാത്രം സൂചിപ്പിച്ചു വെച്ചുകൊണ്ട് ബാക്കി വിശേഷങ്ങളും വിശേഷങ്ങളും എന്റെ ശരിയുടെ പക്ഷത്തു നിന്നുകൊണ്ടുള്ള അഭിപ്രായങ്ങളും നാളെയും അടയാളപ്പെടുത്തും എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്. ഒരു ഘട്ടത്തിലും ഈ പരാജയവുമായി കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ കോൺഗ്രസിന്റെ വീഴ്ചകളിലെ കൂടി വന്ന പരാജയമെന്ന് കരുതാനേ പാടില്ല. കാരണം UKG സെന്ററിൽ നിന്നൊക്കെ പല ക്യാപ്സ്യൂളുകളും ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഞങ്ങളെ കഴിവുകേട് കൊണ്ടാന്നൊക്കെ ഈ നാണം കെട്ട വർഗ്ഗങ്ങൾ ക്യാപ്സ്യൂൾ എടുക്കുമ്പം അവറ്റകൾ മത്സരിച്ച 7 മണ്ഡലത്തിനകത്തും നോട്ടയേക്കാൾ പുറകെ പോയിട്ടുള്ള ഒരു പാർട്ടിയാണ് ആ പാർട്ടി എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ച് വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്റെ ജനാധിപത്യ വിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് നാഷണൽ കോൺഗ്രസ്.